ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെയർ ബോ ഉണ്ടാക്കാനാണ്. നമ്മൾ ടിയാര ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്യാൻ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഗിയർ വയർ, അതേപോലെ ഫ്ലവർ വന്നിട്ട് വൈറ്റും അതേപോലെ മിക്സഡ് ഫ്ലവേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ 0.3 ഗിയർ വയർ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് രണ്ടാമത്തെ ഫ്ലവറിൻ്റെ ഉള്ളിൽ എടുക്കും. അത് കഴിഞ്ഞ് അത് പുറത്തൂടെ കോർത്തിട്ട് താഴെ വെച്ച ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് കോർത്ത് പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നടുക്കൊരു ബീഡ് വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കോർക്കുന്നത്. അതല്ല എങ്കിൽ ബീഡ് കോർത്തിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ കൂടെ എടുക്കാം, അപ്പോൾ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാനൊരു സ്റ്റോൺസ് വെക്കുകയാണ് സ്റ്റിക്ക് ചെയ്ത്, അതുകൊണ്ട് അതിന് ഹോൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ലെയർ വന്നിട്ട് നമുക്ക് ഗിയർ വയർ ഉപയോഗിക്കാതെ വേണമെങ്കിൽ ചെയ്യാനും പറ്റും, ഏത് മോഡൽ വേണേലും. അപ്പോൾ ഗിയർ വയർ വെക്കുകയാണെങ്കിൽ കറക്റ്റ് സെൻറ്റർ പൊസിഷൻ ആണോ നോക്കുക, എന്നിട്ട് വലിക്കുക. നന്നായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി നമുക്കിതേൽ ഗ്ലൂ ഒട്ടിക്കാം. ഞാൻ യൂസ് ചെയ്ത ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. അത് ജസ്റ്റ് നന്നായി പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ച് വെക്കാം നമുക്കെല്ലാം ഇതേപോലെ. അത് കഴിഞ്ഞ് ഞാൻ എടുത്തത് സ്റ്റോൺസ് ആണ്. ഇതേപോലെ കുറച്ച് വലിയ ടൈപ്പാണ്, ചെറുതല്ല. റെഡ് വൈറ്റൊക്കെ ഉള്ള അതല്ല, ഇത് പ്യുവർ വൈറ്റ് മാത്രം വരുന്ന മിക്സഡ് അല്ലാത്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ചിലവർ കാറ്റലോഗ് നോക്കുമ്പോൾ മിക്സഡ് കണ്ടിട്ട് അത് എടുക്കല്ലേ, മീൻസ് ഇതിന് വേണ്ടി ഈ കളറാണ്, ഇത് തന്നെ എടുക്കണം. ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് അത് ഫുള്ള് ചെയ്ത് തീർത്തു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.